എന്താണ് നീ ഇപ്പൊ പറഞ്ഞത്? മർമ്മങ്ങളെല്ലാം പഠിക്കാൻ പറ്റും. എല്ലാ മർമ്മത്തിനെ മൈദ മാവ് കൂടി ചെലവായ ഒരു ഏരിയ കമലഹാസന് മസിൽ അത് ഞാൻ അഭിനയിച്ചതാണ്. ഞാൻ അഭിനയിച്ചാണ്. ഞാൻ പെയിന്റ് പണിക്കാരൊക്കെ എന്തായാലും നല്ല ജോലി കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കൈ അടിക്കുന്നുണ്ടായിരുന്നല്ലോ ഏട്ടാ ഈ സിനിമയ്ക്കകത്ത്. സെക്കൻഡ് ഹാഫ് ഭയങ്കര സിനിമയാണെന്നും പറഞ്ഞിട്ട് രാവിലെ തന്നെ കുത്തി എണീപ്പിച്ച് കൊണ്ടുപോയതാ. ഭയങ്കര സിനിമയല്ലായിരുന്നു. ഭയങ്കരമായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം അതിന് മാത്രം എന്തായിരുന്നു ഏട്ടാ ഉണ്ടായിരുന്നു അതിനകത്ത്? നല്ലൊരു സിനിമയല്ലായിരുന്നു. അതെ ഏട്ടാ, കറക്റ്റ് ഒരു ഹിന്ദി സീരിയൽ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. കറക്റ്റ് ഒരു ഹിന്ദി സീരിയൽ അത് സിനിമയായില്ല. നടന്മാരായാലും നടിമാരായാലും എല്ലാവരുടെയും അഭിനയം കാണുമ്പോൾ നമുക്കിവിടെ ശങ്കർ ഇത്രയും നാളിരുന്ന സീരിയലാണോ കണ്ടുകൊണ്ടിരുന്നതെന്ന് തോന്നിപ്പോകും. ഇപ്പൊ ഇറങ്ങിയ സിനിമകളൊന്നും പുള്ളി കണ്ടിട്ടില്ലേ? നമ്മുടെ പണ്ട് ഈ സിനിമ കാണിച്ച് അത്ഭുതം കാണിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു ഇദ്ദേഹം. എന്തൊരു ഓവർ ആക്ടിങ് ആയിരുന്നല്ലേ? സീരിയലിലെ പോലെ തന്നെ ഇങ്ങനെ ഒരാള് നടുക്ക് നിൽക്കുന്നു, ബാക്കിയുള്ളവര് നോക്കി ഇങ്ങനെ നിൽക്കുന്നു. പല സീനുകളും ഈ പറഞ്ഞ പോലെ ആക്ടേഴ്സ് ഒക്കെ അങ്ങ് അഭിനയിച്ച് 10 രൂപയ്ക്ക് ഒരു 100 രൂപയുടെ അഭിനയം ഉണ്ട് എല്ലാവർക്കും. ഈ സോങ്സിന്റെ മേക്കിംഗ് തന്നെ ആയാലും എനിക്ക് പാട്ടും അനിരുദ്ധിന്റെ പാട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ മാജിക് ഒക്കെ നമ്മൾ കാണത്തില്ലേ, അതൊന്നും ഇല്ലായിരുന്നു അതിനകത്ത്. പഴയ പാട്ടുകളൊക്കെ പോലെ അതെ, അത് മേക്കിംഗ് ആയാലും എന്താ പറയുക, കുറെ നമുക്ക് പണ്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിശയവും രസവും ഒക്കെ തോന്നുന്നു. കുറെ പ്രതിമകളും കുറെ അടിച്ചു. പെയിന്റ് പണിക്കാരൊക്കെ എന്തായാലും നല്ല ജോലി കിട്ടിയിട്ടുണ്ട്. കാരണം മൊത്തം പെയിന്റ് ഒക്കെ അടിച്ച് കുറെ കളറൊക്കെ കുറെ പ്രതിമകളൊക്കെ വന്ന് അതൊന്നും നമുക്കിപ്പോ കണ്ടു മറന്നതെല്ലാം അത് തന്നെ പിന്നെ നമുക്ക് കാണുമ്പോ ഒരു ഹരം വരുന്നില്ല. കമലഹാസൻ പക്ഷെ നന്നായിട്ട് ഫിസിക്കലി ഒരുപാട് കമലഹാസൻ ഫിസിക്കലിയും ചെയ്തു, ഡബിലും ഒരുപാട് ചെയ്തു. പാവപ്പെട്ട കിടന്നങ്ങ് കഷ്ടപ്പെട്ടിട്ടുണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട്. പക്ഷെ പടം നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ എനിക്കും പടം ഇഷ്ടപ്പെട്ടില്ല. ഇന്ത്യൻ 2 അനൗൺസ് ചെയ്തപ്പോ തൊട്ട് കേൾക്കുന്ന 2-3 പ്രധാന കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാരക്ടേഴ്സ് ആണ്, 2 മ്യൂസിക് ഡയറക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇന്ത്യൻ 1-ല് ഇന്ത്യനില് എ ആർ റഹ്മാൻ ഭയങ്കര, നിനക്കറിയാലോ പാട്ടുകളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതിൽ അനിരുദ്ധ് വന്നപ്പോ അനിരുദ്ധിന് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അതൊന്നും അല്ല, എ ആർ റഹ്മാനെ മാറ്റി എന്നുള്ളൊരു സാധനം എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എ ആർ റഹ്മാൻ മാറിയത് നന്നായി, കാരണം രക്ഷപ്പെട്ടു. അതാ ഈ സിനിമ കണ്ടതോടുകൂടി എനിക്കൊരു കാര്യം എന്താ തോന്നിയേട്ടാ, നമുക്ക് നെടുമുടി വേണുവിനെ പോലെ ഒരു മഹാനടനെ ഒന്നും കൂടെ കാണാൻ പറ്റി. സത്യമാണ്, പുള്ളിയുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളൊക്കെ അതുപോലെ തന്നെയായിരുന്നേ. നെടുമുടി വേണു, വിവേക്, പിന്നെ 2-3 പേരുണ്ടായിരുന്നല്ലോ. അതൊരു ഭയങ്കര, അതായത് ശങ്കർ എപ്പോഴും നമ്മൾ എന്തെന്നൊക്കെ മോശം എന്നൊക്കെ പറഞ്ഞാലും പുള്ളി എപ്പോഴും ഒരു പുതിയൊരു സാധനം നമുക്ക് അവതരിപ്പിക്കും. ഇതിന്റെ ഒരു സാധ്യത ഭയങ്കരമാണെന്നാണ് കാണിച്ചു തന്നത്. കാരണം ഈ ക്യാരക്ടേഴ്സ് നെടുമുടി വേണുവിന്റെ മാനറിസങ്ങൾ പോലും കറക്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. വിവേകിന്റെ കറക്റ്റ് ആയിട്ട് അത് ത്രൂ ഔട്ട് ഉണ്ട്. നമ്മൾ ആദ്യമൊക്കെ ഞാൻ കരുതിയത് ഒരു 10 seconds അല്ലെങ്കിൽ 1 minute വന്നിട്ട് പോകുന്നത് അല്ല, ഒരു മെയിൻ ക്യാരക്ടറിലുള്ള ആളുകൾ തന്നെയാണ് ഈ പറഞ്ഞ ആളുകളെല്ലാം കേട്ടോ. ക്യാരക്ടേഴ്സിന് യൂസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര അതാണ് ഈ സിനിമയിലെ ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കൈ അടിക്കുന്നുണ്ടായിരുന്നല്ലോ ഏട്ടാ ഈ സിനിമയ്ക്കകത്ത്. സെക്കൻഡ് ഹാഫ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൈ അടിക്കുന്നുണ്ടായിരുന്നു. മറ്റൊന്നിനുമല്ല, ഞാൻ ഉറങ്ങിപ്പോയപ്പോ ഞാൻ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ കൈ അടിച്ചു പോകുന്നതായിരുന്നു. പിന്നെ തിയേറ്ററിൽ ഭയങ്കര ആള് കുറവായിരുന്നു. അപ്പൊ ഞങ്ങള് ആദ്യം വിചാരിച്ചു, ഇത്രയും നല്ല വലിയൊരു സിനിമ വന്നിട്ട് നമ്മൾ ഇത്രയും പേരേ ഉള്ളോ, 5 പേരായിരുന്നുള്ളൂ അല്ലേ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത്രയും വലിയൊരു തിയേറ്ററിൽ ഈ 5 പേര് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അതൊരു വിഷമം തോന്നിയായിരുന്നു. പക്ഷെ ഏറ്റവും അവസാനമാണ് മനസ്സിലായത്, നമ്മൾ 5 പേര് മാത്രമേ പറ്റിക്കപ്പെട്ടിട്ടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം രക്ഷപ്പെട്ടതാണ്. പിന്നെ ഇതിൽ ഓരോ സംസ്ഥാനങ്ങളും ഓരോ സ്ഥലങ്ങളും ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ട് അവിടുത്തെ നാട്ടിലെ കറപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കും. നമുക്ക് തീരെ ഇല്ലാഞ്ഞിട്ടായിരിക്കണം കേരളത്തിലെ കറപ്ഷൻസും അല്ലെങ്കിൽ കേരളത്തിൽ വന്നിട്ടുള്ള ഒരു
സേനാധിപതിയുടെ രീതികളൊന്നും ഇല്ലായിരുന്നു. ഞാനിങ്ങനെ ഓരോ സംസ്ഥാനം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴും വെയിറ്റിംഗ് ആയിരുന്നു. ഇടയ്ക്ക് പക്ഷേ കേരളം കാണിക്കുന്നുണ്ടായിരുന്നു, ലുലു ഒക്കെ കാണിച്ചിട്ട് കേരളത്തിനെ ഒന്ന് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് വന്നിട്ട് ഓരോ സ്റ്റേറ്റിലും. പിന്നെ ഭയങ്കര സ്പൂൺ ഫീഡിങ്, അത് ആ ഒരു കാലം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു കാര്യം നമുക്ക് ഭയങ്കരമായിട്ട് സ്പൂൺ ഫീഡ് ചെയ്ത് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ ലെറ്റ്സ് കഥക്ക് ഒരു സാധനം കാണിച്ചിട്ട് അത് ഒഡീസി തന്നെ എഴുതി കാണിക്കും, ഗുജറാത്ത് ആണെങ്കിൽ ഗുജറാത്ത് ഒന്ന് എഴുതി കാണിച്ച് അതൊക്കെ നമുക്ക് അതൊക്കെ ഇച്ചിരി ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നിപ്പോയി. അതൊക്കെ ഒരുപാട് മാറി. പിന്നെ പടം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും എഴുന്നേറ്റ് എഴുതി കാണുന്നതിനൊക്കെ ശേഷം ഒരു 2 മിനിറ്റ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ 3 ഇന്ത്യൻ 3 ദ വോറോ അങ്ങനെ എന്തുവായിരുന്നു അതിന്റെ പേര്. 2025 പക്ഷേ ആ ഒരു 2 മിനിറ്റ് ആണ് നമ്മളെല്ലാം കാണാൻ ആഗ്രഹിക്കുന്ന. ശങ്കർ, കമലഹാസൻ എല്ലാരും ആ ഒരു 2 മിനിറ്റ് വരുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ ഉള്ളൊരു 3 മണിക്കൂറുണ്ട്. ആ 3 മണിക്കൂർ എന്തിനായിരുന്നെന്നും എന്തായാലും ഭയങ്കര നിരാശയാണ് സമ്മാനിച്ചത്. 28 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നത്. തേർഡ് പാർട്ട് 2025 ഇറങ്ങും. പക്ഷേ ഈ 28 വർഷത്തിന് വരെ ഈ സെക്കൻഡ് പാർട്ട് ഒരു 26 വർഷം മുന്നെയാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ചിലപ്പോഴും ഞാൻ നല്ലതെന്ന് തന്നെ പറഞ്ഞേനെ. കാരണം എല്ലാം ഓക്കെ ആയിട്ട് അത്രയും വർഷത്തെ ഒരു എന്ന് പറഞ്ഞ അപ്ഡേഷൻ നടക്കാത്ത ഒരു പരിപാടി പോലെ തോന്നി. ഏട്ടാ അതുപോലെ ഫൈറ്റ് സീനൊക്കെ കണ്ടിട്ടേ ഞാൻ ഇരുന്ന് ചിരിച്ച ഭാഗം എനിക്കറിയാം. ഇതെന്തറിയോ, ഈ സിനിമ കണ്ട നമുക്കുണ്ടാകുന്ന ഒരു സാധനം, നമുക്ക് മർമ്മങ്ങളെല്ലാം പഠിക്കാൻ പറ്റും. എല്ലാ മർമ്മത്തിനെയും വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേക തരം മർമ്മമുണ്ട്. ആ മർമ്മത്തിൽ കുത്തി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ കുതിരകളെ ഗുണ്ടകള് റൂമിനകത്ത് ഇടി കഴിഞ്ഞിട്ട് അവസാനം ഷട്ടർ വെക്കുമ്പോ ഇങ്ങനെ ഗുണ്ടകൾ ഇങ്ങനെ കുതിരകളെ പോലെ ഓടിപ്പോന്ന് സത്യം ചിരിച്ചു പോയി ആ സമയത്തൊക്കെ. നമ്മള് നേരത്തെ പെയിന്റിന്റെ കാര്യം പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് മൈദ മാവ് കൂടി ചെലവായ ഏരിയ എന്തിനായിരുന്ന എന്തോ മസിലൊക്കെ വെച്ച് കമലഹാസൻ ഒരു വരവുണ്ട്. കുറച്ച് മൈദാമാവ് എന്തായാലും ചെലവായി കാണും. എന്തായാലും ഈ സിനിമ നമ്മുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ വിജയിക്കാൻ ഒരു സാധ്യത കുറവുണ്ട്. തമിഴ്നാട്ടിൽ ചിലപ്പോൾ മറിച്ചായിരിക്കാൻ സംഭവിക്കുന്നത്. പക്ഷെ മലയാളികൾ ഇത് കണ്ടിട്ട് കൈയടിക്കാൻ അല്പം പ്രയാസമായിരിക്കും. ശരിയാ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ത്യൻ 3 ട്രെയിലർ കണ്ടാൽ നമ്മളിപ്പോ എന്തായാലും സിനിമ കാണും. ഇന്ത്യൻ കണ്ടോണ്ടിരുന്നപ്പോ ഇനി കാണത്തില്ല എന്ന് വെച്ചാണ്. പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇന്ത്യൻ 3 പോയി കാണാൻ 2025 അതിന്റെ റിലീസ് ഉണ്ട്. അതിലൂടെ ഈ പറഞ്ഞ എല്ലാ പാളിച്ചകളും നമുക്ക് തിരുത്തി അല്ലേ, ശങ്കറിനെ നമ്മൾ കൈയടിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തട്ടെ. അപ്പോ സേനാധിപതി